ചാവക്കാട് ഒരുമനയൂരിൽ റോഡിൽ പൊട്ടിത്തെറി. ഗുണ്ട, വെളുത്ത കല്ലിൻ കഷ്ണങ്ങൾ തുടങ്ങിയവ തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് നിഗമനം. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനീഷ ആന്റണിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അനീഷ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇത് സ്ഫോടക വസ്തുവാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ചാവക്കാട് റോഡിൽ പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബ് ആണെന്ന് ഇപ്പോൾ ഒരു പോലീസ് ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഗുണ്ടും മറ്റ് വെളുത്ത കല്ലും തുണിയും എല്ലാം ചേർത്ത് പൊതിഞ്ഞു കെട്ടി ഇതിലുള്ള നിർമ്മിച്ച നാടൻ ബോംബാണ് ഇത്തരത്തിൽ പൊട്ടിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തിയത്. എന്തായാലും സംഭവം ഉണ്ടായതെന്ന് ഉച്ചയ്ക്ക് 2:15 ചാവക്കാട് ഒരുമനയൂർ 6-ാം വാർഡിലുള്ള ശാഖാ റോഡിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായത്. സമീപത്തെ വീട്ടുകാർ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പുക റോഡിൽ കണ്ടത്. ഉടൻ ചാവക്കാട് പോലീസിൽ വിവരം അറിയിക്കായിരുന്നു. പോലീസ് എത്തി. തൃശ്ശൂരിൽ നിന്നും ബോംബ് സ്ക്വാഡ് എത്തി. പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഗുണ്ടിന് സമാനമായ വസ്തുവും അതുപോലെ തന്നെ കല്ലിന്റെ കഷ്ണങ്ങളും അതുപോലെ തുണിയും എല്ലാം ചേർത്ത് പൊതിഞ്ഞു കെട്ടിയ വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. കൃത്യമായി പറഞ്ഞാൽ നാടൻ ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇയാൾ ചാവക്കാട് സ്റ്റേഷനിലുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ചാവക്കാട് ഒരുമനയൂർ താമസിക്കുന്ന ഷെഫീഖ് എന്ന ആളാണ് കസ്റ്റഡിയിൽ. ഈ ഷെഫീഖിന് നേരത്തെയും സമാന രീതിയിലുള്ള നിരവധി കേസുകളുള്ള ആളാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇയാൾ മണ്ണുത്തി സ്വദേശിയാണ്. ചാവക്കാട് ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ ഒരുമനയൂരിൽ വന്ന് താമസമാക്കിയിട്ട്. മണ്ണുത്തിയിലുള്ള സമയത്ത് സമാന രീതിയിൽ ഒരു SDPI നേതാവിന്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ പടക്കം എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതായും പറയുന്നു. ഇതുപോലുള്ള നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉള്ള ഒരാളാണ് ഇപ്പോൾ പിടിയിലായ ഷെഫീഖ് എന്നാണ് പറയുന്നത്. എന്താണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു കൃത്യത്തിന് പ്രേരിപ്പിക്കാൻ കാരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ചോദിച്ചറിയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഷെഫീഖിന്റെ വീട്ടിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ചാണോ ഈ തരത്തിൽ നാടൻ ബോംബ് നിർമ്മിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മറ്റ് അതിന്റെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബോംബ് സ്ക്വാഡ് ഷെഫീഖിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഷെഫീഖ് ചാവക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഷെഫീഖിനെ ചോദ്യം ചെയ്തു വരികയാണ് ഭദ്ര. ചാവക്കാട് ഒരുമനയൂരിലാണ് റോഡിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഇപ്പോൾ നാടൻ ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഒരുമനയൂർ സ്വദേശി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല ഇയാളുടെ വീട്ടിലും ബോംബ് സ്ക്വാഡ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്.